പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇന്ന് നമ്മൾ ശ്രവിക്കാൻ പോകുന്ന വചനം മാർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 7-8 തിരുവചനം. യേശുനാഥനും ശിഷ്യന്മാരും കൂടി ഒരു ഉയർന്ന മലയിലേക്ക് പോയി. നമുക്ക് വചനം ശ്രവിക്കാം. അപ്പോൾ ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു. മേഘത്തിൽ നിന്നും ഒരു സ്വരം പുറപ്പെട്ടു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ എന്ന ഒരു സ്വരം അവർ കേൾക്കുന്നു. ആദരേക്കും ആ സ്വരം സ്വർഗീയ പിതാവിൻ്റെയാണ്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ. 8-ാം വാക്യം. അവർ ചുറ്റും നോക്കി, യേശുവിനല്ലാതെ മറ്റാരെയും താങ്കളുടെ അടുക്കൽ കണ്ടില്ല. യേശുവിനല്ലാണ്ട് മറ്റാരെയും അവർ കണ്ടില്ല. അപ്പോൾ യേശു ദൈവപുത്രനാണ്, പിതാവായ ദൈവത്തിൻ്റെ പുത്രനാണ്. അവനിൽ വാസം ഉറപ്പിക്കണം. നമ്മൾ അവനിൽ എന്തെങ്കിലും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കണം. ചോദിക്കുമ്പോഴേ കിട്ടുകയുള്ളൂ. മുട്ടുവിൻ തുറക്കപ്പെടും, അന്വേഷിക്കുവിൻ കണ്ടെത്തും. മുട്ടുന്ന ഏതവർക്കും കരം തുറന്നു കൊടുക്കുന്ന കർത്താവ്. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, വിവാഹമെന്ന ഉദാശയിലൂടെ കുടുംബം സ്ഥാപിച്ച നിൻ്റെ അമ്മയായ മറിയമായ പരിശുദ്ധ മറിയത്തിൻ്റെ ഭവനമായി ഞങ്ങളുടെ ഭവനം മാറ്റണമേയെന്നും ഈ ഭവനത്തിൽ അമ്മ വസിക്കണമേയെന്നും പുത്രൻ്റെ ഈ വചനം ഞങ്ങളിൽ കത്തിപ്പെടണമേയെന്നും പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും വിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. നല്ലൊരു ഞായറാഴ്ച പ്രഭാതം ബലിയർപ്പണത്തിനായി കടന്നു ചെല്ലുമ്പോൾ അവരുടെ ശരീരവും രക്തവും യോഗ്യതയോടെ നാവിൽ സ്വീകരിക്കാൻ നമുക്ക് യോഗ്യരാക്കണമെന്ന് പ്രാർത്ഥിക്കാം. ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 63-ാം വാക്യം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എല്ലാവർക്കും കർത്താവിന് ബലിയർപ്പണത്തിൻ്റെ ഒരു ദിവസമാക്കി മാറ്റാൻ പ്രാർത്ഥിക്കാം. ആവേ മരിയ. പ്രൈസ്.